മൈക്ക് കൈ കിട്ടുമ്പോൾ ഭക്തനൊരു രൂപവും അല്ലാത്തതായ പേഴ്സണൽ കോൺവെർസേഷനുകളിൽ മറ്റൊരു സംസാരവും വരുന്നതിനെയല്ല ഭക്തൻ എന്ന് വിളിക്കാനായിട്ടിടയായി തീരുന്നത്. നമ്മളൊരു കനാൻ പ്രയാണത്തിലാണ്. അല്പകാലം അത്രേ ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്. ആരാണ് യഹോവ ഭക്തൻ? അല്ലെങ്കിൽ എന്താണ് യഹോവ ഭക്തൻ? എന്തുണ്ട്? യഹോവ ഭക്തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? യഹോവ ഭക്തൻ്റെ പ്രത്യാശ എന്ത്? 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ പ്രബോധനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ കേൾക്കാനായിട്ടിടയായിത്തീർന്നത്. അത് ഇതുമായി ഒത്ത് പോകുന്നതാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ദൈവഭക്തൻ എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് പൊതുവെ കുറേ ധാരണകളുണ്ട് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ്, കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും, നല്ല ക്ലീൻ ഷേവ് ഉള്ള മുഖം, ഫുൾ സ്ലീവ് കയ്യിൻ്റെ താഴെ വരെ ഇട്ടിരിക്കും, മുടി മോശമല്ലാതെ വെട്ടി അത് ഒതുക്കി ചീകി. പുരുഷനെ കുറിച്ചാണ് പറഞ്ഞത്, സ്ത്രീകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അത് ശരിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലേ? ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എന്നൊരു ധാരണ പൊതുവെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ആരാണ് ഭക്തൻ? ഇവിടെ നമുക്കൊരു നല്ല സാക്ഷ്യമാണ് കേൾക്കാനായിട്ട് കഴിഞ്ഞത്, അല്ലേ? ഒരു ഭവനത്തിൽ നിന്ന് അകത്ത് തന്നെ സാക്ഷ്യം. ഒരു സാക്ഷ്യം ശരിക്കും വരേണ്ടത് ഭവനത്തിനകത്ത് നിന്നാണ്. പുറമേ ഉള്ളവർക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല. ഭവനത്തിനകത്തുള്ളവർക്കാണ് ആ വ്യക്തി ആരാണെന്ന് അറിയുകയുള്ളൂ. അപ്പോൾ ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ എന്ന് എലീശയോട് പറയുകയാണ്, എൻ്റെ ഭർത്താവായിരുന്ന നിൻ്റെ ശിഷ്യൻ യഹോവ ഭക്തനായിരുന്നു, അല്ലേ? അദ്ദേഹം ഒരു വലിയ ഭക്തനായ മനുഷ്യനാണ്. രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എലീശയെക്കുറിച്ച് വേറൊരു സ്ത്രീ ഒരു സാക്ഷ്യം പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് അതിൽ പോകുന്നതായ പ്രവാചകനെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു, അല്ലേ? വിശുദ്ധനായൊരു ദൈവപുരുഷൻ. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതം വളരെ വ്യത്യസ്തമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണാം. ഭക്തന്മാർ കുറഞ്ഞു പോകുന്നത് പഴയ നിയമകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ദാവീദ് 12-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു ആത്മകഥം പറയുന്നത് കാണാനായിട്ട് സാധിക്കും. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറയുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറയുന്നു. എത്ര, അല്ലേ? അന്ന് കർത്താവിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് തന്നെ ഉണ്ടായിരുന്നതായ ഒരു വലിയ ആത്മഗതമാണ്, ഒരു കരച്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നൂറ്റാണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ യുഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സഭയിലാണെങ്കിലും, അല്ലേ, കൂട്ടായ്മയിലാണെങ്കിലും, ദൈവമക്കളുടെ ഇടയിലും എല്ലാം ഭക്തന്മാരുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലത്ത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ടിടയായിത്തീരട്ടെ, ഞാനൊരു ദൈവഭക്തനാണോ? ഞാനൊരു ദൈവഭക്തയാണോ? അതോ പുറമേ ഉള്ളതായ മോടിയിലാണോ എൻ്റെ ഭക്തി ആയിരിക്കാനായിട്ടിടയായിത്തീരുന്നത്? എന്നാൽ ഞാൻ ശരിക്കും ഒരു ദൈവഭക്തനായി ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? ആരാണ് ഭക്തൻ? സങ്കീർത്തനങ്ങളിൽ 4-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദാവീദ് തന്നെ പറയുന്നു. 4-ാം സങ്കീർത്തനം 3-ാം വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൻ, അല്ലേ? യഹോവയാൽ വേർതിരിക്കപ്പെട്ടവനാണ് ഭക്തൻ. അവൻ്റെ ജീവിതത്തിൽ അവന് മറ്റൊന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടതായിട്ടില്ല. കാരണം എന്താണ്? യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെയാണ് ഭക്തൻ എന്ന് വിളിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചു. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഭാരത്തിൻ്റെ ആവശ്യമില്ല, ആകുലതയുടെ ആവശ്യമില്ല, ദുഃഖങ്ങളുടെ ആവശ്യമില്ല, ഞെരുക്കത്തിൻ്റെ ആവശ്യമില്ല. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു.
വി ആർ സെപ്പറേറ്റഡ് അല്ലേ? ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ വചനം ഭക്തൻ എന്ന് വിളിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ നേരത്തെയും വായിച്ചു യാക്കോബിൻ്റെ ലേഖനം, നമ്മൾ ബൈബിൾ സ്റ്റഡി ആയിട്ട് പഠിക്കുന്ന യാക്കോബിൻ്റെ ലേഖനമാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങളിൽ 3 നിർവചനം ഭക്തന് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഒന്ന്, നാവിന് കടിഞ്ഞാണുള്ളവനാണ് അല്ലേ? ഒരുവൻ തൻ്റെ എങ്ങനെയാണ് വായിക്കുന്നത്? വായിക്കാമോ? 26, 27 യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26, 27 വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കണിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും ദേവന്മാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. അവിടെ 3 നിർവചനങ്ങളാണ് യാക്കോബ് അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത്. ദാവീദ് പറഞ്ഞു ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ് ഭക്തൻ എന്ന് പറഞ്ഞു. യാക്കോബ് ലേഖനം എഴുതുവൻ നിങ്ങളിൽ ഒരുവൻ നാവിന് കടിഞ്ഞാണിടാതെ, അപ്പോൾ നാവിന് നിയന്ത്രണമുള്ളവനാണ്. അവൻ്റെ സംസാരത്തിൽ അവൻ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് അല്ലേ, വാക്കുകൾക്ക് നിയന്ത്രണം ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. അവന് തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് ഹൃദയത്തെ വഞ്ചിക്കാത്തവനാണ് ഭക്തൻ അല്ലേ? മനസ്സ്, ഇവിടെ ഹൃദയം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെയും പറയുന്നിടത്ത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിൽ കുറ്റബോധം വരുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപബോധം നൽകുമ്പോഴും അതിനോട് മറുതലിക്കാതെ അതിന് വിധേയപ്പെട്ട് നിൽക്കുന്നവനെയാണ്, തൻ്റെ ഹൃദയത്തെ വഞ്ചിക്കാതെ അല്ലേ, വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ. തുടർന്ന് പറയുന്നു കുറേ കാര്യങ്ങൾ കാണാനായിട്ട്. അപ്പം ഭക്തൻ ആരാണ്? 3 കാര്യങ്ങൾ. നാവിന് കടിഞ്ഞാണുള്ളവൻ, അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കുന്നവൻ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നവനുമാണ് ഭക്തൻ. ഭക്തൻ്റെ പുറംമോടിയല്ല, പുറമേ ഉള്ള പ്രകടനങ്ങളല്ല, സ്റ്റേജേ ഉള്ളതായ പ്രകടനങ്ങളല്ല. മൈക്ക് കൈ കിട്ടുമ്പോൾ ഭക്തനൊരു രൂപവും അല്ലാത്തതായ പേഴ്സണൽ കോൺവെർസേഷനുകളിൽ മറ്റൊരു സംസാരവും വരുന്നതിനെയല്ല ഭക്തൻ എന്ന് വിളിക്കാനായിട്ടിടയായിത്തീരുന്നത്. ഭക്തൻ എല്ലാ മേഖലയിലും അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനുമായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ചിന്തയുണ്ട്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നവനാണ്. ഞാൻ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനും ദൈവിക പദ്ധതിക്കായിട്ട് ജീവിക്കേണ്ടവനുമാകുന്നു എന്നുള്ള ചിന്ത അവനെ എല്ലാ മേഖലയിലും ഭരിക്കും. അതിനൊരു വലിയ എക്സാമ്പിളാണ് ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് തൻ്റെ സ്നേഹിതനായ എലീഫസ് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇയ്യോബ് 4:6 ഭക്തി നിന്റെ ആശ്രയമല്ലോ എന്ന് പറയുന്നുണ്ട്. എടുത്തവർക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? എന്താണ് ആശ്രയം? മറ്റൊന്നിലും അല്ല. ഞാൻ ദൈവ പൈതലാണ്, ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ആക്കിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആശ്രയം മുഴുവൻ എൻ്റെ ഭക്തിയിൽ, അല്ലെങ്കിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി എന്ന് പൗലോസ് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. അവൻ സർവശക്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്, അവന് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, അവന് സകലവും കഴിയുന്നവനാണ്. അവനിലാണ് ഞാൻ ആശ്രയിച്ച്, അവനാണ് എന്നെ വിളിച്ച് വേർതിരിച്ചാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഭക്തനായി ജീവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ഭക്തൻ ആരാണ് എന്ന് നമ്മൾ കണ്ടു. വേർതിരിക്കപ്പെട്ടവനാണ് ഭക്തൻ, നാവിന് കടിഞ്ഞാണുള്ളവനാണ് ഭക്തൻ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നവനാണ് ഭക്തൻ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നവനാണ് ഭക്തൻ. അതുപോലെ ഭക്തി ആശ്രയമായിട്ടുള്ളവനാണ്. അവൻ്റെ ആശ്രയം മുഴുവൻ അവൻ്റെ ഭക്തിയിലും അവൻ്റെ ദൈവത്തിലുമാണ്. അങ്ങനെയുള്ളവനെയാണ് ഭക്തൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. 2, ഭക്തൻ എന്തുണ്ട്, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം 23-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. പ്രൊവേർബ്സ് 19:23. യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും. അപ്പോൾ ഭക്തൻ എന്തുണ്ട്?
ഭക്തന് തൃപ്തിയുണ്ട് അല്ലേ ജീവിതത്തിൽ, കണ്ടൻമെന്റ്. അതുകൊണ്ട് സദൃശ്യവാക്യക്കാരൻ പറയുകയാണ്, യഹോവ ഭക്തി ജീവഹേതുവാകുന്നു. ഇറ്റ്സ് ലീഡ്സ് ടു ലൈഫ്. അത് ജീവന്റെ ഹേതുവാണ്. ദൈവഭക്തി എന്ന് പറയുന്നത് അത് ആ നിത്യജീവനിലേക്ക് നയിക്കുന്നതാകുന്നു എന്നാണ് അവിടെ ജീവഹേതുവാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭക്തന്റെ ഭക്തി അവൻ്റെ ആ നിത്യജീവനിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുള്ളവൻ തൃപ്തനായി വസിക്കും. നമുക്ക് തൃപ്തിയുണ്ടോ? ജീവിതത്തിൽ തൃപ്തിയുള്ളവരാണോ ഞാനും നിങ്ങളും? ഇനിയും വേണം അല്ലേ? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പോയം പഠിച്ചിട്ടുണ്ട്, 10 കിട്ടുകിൽ 100 മതിയെന്നും അല്ലേ, 100 കിട്ടുകിൽ സഹസ്രം മതിയെന്നും. അതെ അല്ലേ, 10 കിട്ടിയാൽ നമുക്ക് 100 കിട്ടണമെന്ന്, 100 കിട്ടിയാൽ 1000 കിട്ടണമെന്ന്, 1000 കിട്ടിയാൽ 10,000 കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും മനുഷ്യൻ. എന്തുകൊണ്ടാണ്? തൃപ്തിയിലെ കണ്ടൻമെന്റ്. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയാനായിട്ടിടയായി തീർന്നത്. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കാനായിട്ടിടയായി തീരുന്നത്. 1 തിമോത്തിയോസ് 6:6, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. അലംഭാവത്തോടു കൂടിയ കണ്ടൻമെന്റുള്ള സംതൃപ്തിയുള്ള ദൈവഭക്തി വലിയ ആദായമാകുന്നു അല്ലേ. ഇഹലേഖത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. വയനാട് നമ്മളെ പഠിപ്പിച്ചു. വയനാട് മാത്രമല്ല, എത്രയോ വർഷങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മളെ പഠിപ്പിക്കുന്നതായ കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ കേട്ടല്ലോ, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ അല്ലേ. അതാണ് ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കണ്ടൻമെന്റ് ഉള്ളവരാണോ? അലംഭാവത്തോടു കൂടിയ ഒരു ദൈവഭക്തി, സംതൃപ്തിയോടുകൂടിയ ഒരു ദൈവഭക്തി ഉള്ളവനാണോ? ഭക്തനെ സംബന്ധിച്ച് അവൻ എന്തുണ്ട്? അവന് തൃപ്തിയുള്ളവനാകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അവൻ്റെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പരാതികളുടെയും പരിഭവങ്ങളുടെയും ഒക്കെ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും തൃപ്തരല്ലാത്തത് കൊണ്ടാണ്. എത്ര ലഭിച്ചാലും അല്ലേ തൃപ്തിയില്ല. പിന്നെയും ഇല്ലാത്തതിനെ ഓർത്ത് ഭാരപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിരാശരായിത്തീരുന്നത്. സദൃശ്യവാക്യങ്ങൾ തന്നെ 14:26 വായിക്കാം. 1 ഭക്തൻ എന്തുണ്ട്? അവന് തൃപ്തനാണ്. നമ്മൾ തൃപ്തരല്ലെങ്കിൽ ചിന്തിച്ചോണം, എൻ്റെ വിശ്വാസത്തിനും എൻ്റെ ഭക്തിക്കും എന്തോ ഒരു പ്രശ്നമുണ്ട്. കണ്ടൻമെന്റ് എന്ന് പറയുന്നത്, സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ നിരാശരും ദുഃഖിതരുമാണെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് എന്തോ പ്രശ്നമുണ്ട്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു പൗലോസ് തിമോത്തിയോസിനോട് പറയുക. ഇനി നമുക്ക് സദൃശ്യവാക്യങ്ങൾ 14:26, ഭക്തൻ എങ്ങനെയുള്ളവനാണ്? അവന് തൃപ്തിയുണ്ട്, അതോടൊപ്പം തന്നെ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവന്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. അവൻ എന്തുണ്ട്? ദൃഢധൈര്യമുണ്ട് അല്ലെ. ദൃഢധൈര്യം, സ്ട്രോങ് കോൺഫിഡൻസ്, ദൃഢധൈര്യം. ഏത് പ്രതികൂലങ്ങളുടെ മധ്യേയും ഒരു ഭക്തൻ കുലുങ്ങിപ്പോകാനായിട്ട് ഇടയായി തീരുകയില്ല. അവന് കണ്ടൻമെന്റ് ഉണ്ട്, അവൻ സംതൃപ്തനാണ്. അതോടൊപ്പം തന്നെ യഹോവ ഭക്തൻ എങ്ങനെയുള്ളവനാണ്? അവൻ ദൃഢധൈര്യമുള്ളവനാണ്, സ്ട്രോങ് കോൺഫിഡൻസ് ഉള്ളവനാണ്. എക്സാമ്പിളാണ് കാലേബിനെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാനായിട്ട് കഴിയും. യോശുവയെയും കാലേബിനെയും ദേശം ഉറ്റുനോക്കാനായിട്ട് മോശ അയച്ചു. ദേശം ഉറ്റുനോക്കാനായിട്ട് മോശ കാലേബിനെ അയച്ചപ്പോൾ കാദേശ് ബർണയിൽ നിന്ന് ദേശം ഉറ്റുനോക്കാൻ, കനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് മോശ അയച്ച സമയത്ത് കാലേബിന് 40 വയസ്സാണ് ഉള്ളത്. 40 വയസ്സുള്ളൊരു യൗവനക്കാരനാണ് കാലേബ്. യോശുവയും ഏകദേശം അതേ പ്രായക്കാരനാണ്. യൗവനക്കാരായിരിക്കുന്നതായ 2 പേര്. മറ്റ് 10 ആളുകൾ കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലേബും യോശുവയും മാത്രം തിരിച്ചു വന്നിട്ട് എന്ത് പറഞ്ഞു? നമ്മുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. അവിടെയുള്ള അനാഖ്യമല്ലന്മാരോ, അവിടെയുള്ള എതിരാളികളോ, അവിടെയുള്ള പ്രശ്നങ്ങളോ, അവിടെയുള്ളതായ ആ സൈന്യത്തെയോ ഒന്നിനെയും നമ്മൾ ഭാരപ്പെടേണ്ട. അതുകൊണ്ട് കാലേബിനെ ദൈവം എന്താ വിളിക്കുന്നതെന്നറിയാമോ? നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. സംഖ്യ 14:24.
കാലേബിന്റെ ജീവിതത്തിൽ വളരെ ദൃഢധൈര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം കാലേബിനെ വിളിക്കാനായിട്ടിടയായിത്തീരുന്നത്, അല്ലെങ്കിൽ ദൈവം കാലേബിനെ കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടിടയായിത്തീരുന്നത്. വായിച്ചു. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്. എന്റെ ദാസനായ കാലേബോ, കാലേബിനെ എന്താ വിളിക്കുന്നത്? എന്റെ ദാസൻ, മൈ സർവൻ കാലേബ്. എൻ്റെ ദാസനായ കാലേബ്, അല്ലേ? എത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിളിയാ. ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും അങ്ങനെ വിളിക്കുമോ? എൻ്റെ ദാസൻ, എൻ്റെ ദാസി എന്ന് പറയാനായിട്ടിടയായി തീരുമോ? ഇവിടെ പറയുകയാണ്, എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും. എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ പോയ ദേശത്ത് ഞാൻ അവനെ എത്തിക്കും. അവൻ കനാൻ ദേശം നോക്കാനാ പോയത്, ഞാൻ അവനെ ആ കനാൻ ദേശത്ത് എത്തിക്കും. അല്ലേ? നമ്മളും ഒരു കനാൻ പ്രയാണത്തിലാണ്. എത്ര പേര് ഓർക്കുന്നുണ്ട്? അല്ലേ? നമ്മളും ഒരു കനാൻ പ്രയാണത്തിലാണ്. അല്പകാലം അത്രേ ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്. എത്ര പേരത് ചിന്തിക്കുന്നുണ്ട്? നമ്മുടെ ചിന്തയും നമ്മുടെ മട്ടും നമ്മുടെ ഇരിപ്പും ഒക്കെ കണ്ടാൽ തോന്നും, അല്ലേ? അവിടോട്ടൊന്നും പോകണ്ട, ഇവിടെ കുറച്ച് കൂടുതൽ, അല്ലേ? 70 വയസ്സ് തന്നെ കർത്താവെ വിളിക്കല്ലേ, 80ലും വിളിക്കല്ലേ, എനിക്ക് കുറച്ചുകൂടെ നാളിവിടെ തരണമേ എന്നാണ് പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ്. കർത്താവ് പറയുക, കാലേബിനെ കുറിച്ച് പറയാണ്, എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും. അവന് വേറൊരു സ്വഭാവമുണ്ട്. 12 പേരെ ദേശം ഉറ്റുനോക്കാൻ അയച്ചിട്ട് അവർക്കാർക്കും ഇല്ലാത്ത, മറ്റ് 11 പേർക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റ് 10 പേർക്കും ഇല്ലാത്ത വേറൊരു സ്വഭാവം, ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ഈ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡാണ്. ലൈഫ് ഫെലോഷിപ്പിലെ വിശ്വാസികൾക്ക് തിരുവനന്തപുരത്തുള്ള മറ്റ് സഭകളിലെ വിശ്വാസികളിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ദൈവം സാക്ഷിക്കുവാനായിട്ട് ഇടയായി തീരുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് എന്തോ പ്രശ്നമുണ്ട്. ലോകത്തോട് അനുരൂപരായി പോകാതെ, അതാ പൗലോസ് പറയുന്നത്, നമ്മൾ പലപ്പോഴും ലോകത്തോട് അനുരൂപരായി പോകുക, അല്ലേ? ലോകത്തോട് അനുരൂപരായി പോകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സഭയോടാ പറഞ്ഞത്, അവിശ്വാസികളോടല്ല, വിശ്വാസികളോടാ പറഞ്ഞത്. കാലേബിന് വേറൊരു സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ട് കാലേബിനെ കുറിച്ച് ദൈവം പറയാണ്, എൻ്റെ ദാസനായ കാലേബ് അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും. ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും എന്ത് കിട്ടി? അവൻ പോയ ദേശത്ത് ഞാൻ അവനെ എത്തിക്കും. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24, അവിടെയും 14-ാം അധ്യായത്തിൻ്റെ 24 തന്നെയാണ്. സംഖ്യ 14-24 നമ്മൾ വായിച്ചത്. ഇനി യോശുവ 14-ന്റെ 24 നമുക്കൊന്ന് നോക്കാം. യോശുവ 14-ന്റെ 24, അവിടെയും കാലേബ് പറയുന്ന ചില കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. 11-12 യോശുവ 14-ന്റെ 11-12. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. കാലേബ് പറയുകയാണ്, മോശ അന്ന് കാദേശ് ബർണയിൽ നിന്ന് ദേശം ഉറ്റുനോക്കാൻ യോശുവയുടെ കൂടെ, നിന്റെ കൂടെ, യോശുവയോടാ സംസാരിക്കുന്നത്, നിന്റെ കൂടെ മറ്റ് 10 പേരുടെ കൂടെ എന്നെ അയച്ചല്ലോ. അന്ന് എനിക്ക് എന്തുണ്ടായിരുന്നു? വായിച്ചോ. ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. അന്നുണ്ടായിരുന്നത് പോലെ എനിക്ക് ഇന്നും ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ, എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഇപ്പൊ എത്ര വയസ്സായി യോശുവയ്ക്ക്? അന്ന് 40 വയസ്സായിരുന്നു. ഇപ്പോൾ എത്ര വയസ്സായി? 10-ാം വാക്യത്തിൽ, 10-ാം വാക്യം 14-ന്റെ 10. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും 45 സംവത്സരം ആ ദേശം ഉറ്റുനോക്കി വന്നിട്ട് ഇപ്പോൾ 45 സംവത്സരം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 40 + 45 85, അല്ലേ? 85 വയസ്സ് തനിക്കിപ്പോൾ ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. വായിച്ചോ, ആ വാക്യം കണ്ടിന്യൂ ചെയ്തോ. ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരിക്കുന്നത് പോലെ ജീവനോടെ വച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവിട്ടുവാനും. അതാണ്, ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്, അല്ലേ? അതുകൊണ്ട് ഞാൻ പോകും. കഴിഞ്ഞ ദീർഘ 40 വർഷങ്ങളായിട്ടും അവരെവിടെ പോയില്ല എന്ന് നോക്കണം നിങ്ങൾ.
എവിടെ പോയില്ല? നേരത്തെ പോയി കണ്ട ഈ സ്ഥലത്ത്, ഈ പറഞ്ഞ സ്ഥലത്ത് അവർ പോയില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്തുകൊണ്ട് അവർ പോകാഞ്ഞത്? അവിടെ അനാഖ്യ മല്ലന്മാരുണ്ടായിരുന്നത് കൊണ്ട് അവരവിടെ പോയില്ല. വളരെ യങ്ങായിരിക്കുന്ന സമയത്ത് യോശുവയും കാലേബും ചെന്ന് ആ ദേശം നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞതാണ്, ആ ദേശം നമുക്ക് കൈവശമാക്കാൻ സാധിക്കും, നിങ്ങൾ അവിടെയുള്ളവരെ പേടിക്കണ്ട, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ കർത്താവ് നമുക്ക് ആ ദേശം തരും എന്ന് പറഞ്ഞതാ. പക്ഷെ അവരാരും പോയില്ല. ഇപ്പോൾ 45 വർഷം കൂടെ കഴിഞ്ഞു. യോശുവയ്ക്കും കാലേബിനും ഒക്കെ 85 വയസ്സായി. ഇസ്രായേൽ മക്കളിൽ മറ്റാരും തന്നെ ആ ദേശത്തേക്ക് അനേക മല്ലന്മാരെ തോൽപ്പിക്കുവാനായിട്ട് അങ്ങോട്ട് പോയില്ല. ദേശം വീതിച്ചെടുക്കാനായിട്ട് അവരെല്ലാം ധൃതി കൂട്ടി. യോശുവ അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തു, ഓരോ ഗോത്രങ്ങൾക്കും ദേശം വിഭാഗിച്ചു കൊടുത്തു. കാലേബിന് ആർക്കും വേണ്ടാതെ കിടന്നതായ അനാഖ മല്ലന്മാരുള്ളതായ ദേശം കാലേബ് പറയുകയാണ്, ആ ദേശം നിങ്ങൾ എനിക്ക് തരിക. എനിക്കിപ്പോൾ 85 വയസ്സായെങ്കിലും അതേ ആരോഗ്യത്തോടു കൂടെ ഞാൻ ആയിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് 40-ലെ ആരോഗ്യം 85-ൽ ഉണ്ടാകണമെന്ന് ഇല്ല, അല്ലേ? ഫിസിക്കലി 40-ലെ ആരോഗ്യം കാലേബിന് 85 വയസ്സിലില്ല. പിന്നെ ഏത് ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്? മെൻ്റലി, അല്ലേ? ദൈവകൃപ, ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോഴുള്ളതായ ഒരു ആരോഗ്യമുണ്ട്. ആമേൻ. 52 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, അല്ലേ? ഞാൻ ചിന്തിക്കാറുണ്ട്, ഭയങ്കര ആരോഗ്യക്കുറവൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ കാലേബ് പറയുകയാണ്, അന്നത്തെ ആ 40 വയസ്സിലെ ആരോഗ്യം ഇന്നും എനിക്കുണ്ടെന്ന് പറയുന്നത് ആ ഫിസിക്കൽ സ്ട്രെങ്തിനെ കുറിച്ചല്ല, സ്പിരിച്വൽ സ്ട്രെങ്ത്, ആത്മീയ ആരോഗ്യം. ആത്മീയ ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ആത്മീയ ആരോഗ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് യൗവനക്കാരനായ ദാവീദ് ശൗലിനോട് പറഞ്ഞത്, നിന്റെ പടക്കോപ്പും നിന്റെ വാളും പരിചയമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ നിക്കറും, അല്ലേ, ആ ബനിയനും ഇട്ടുകൊണ്ട്, ബനിയൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, നിക്കർ എന്തായാലും കാണും, അല്ലേ, ഒരു കവണയും പിടിച്ചുകൊണ്ട് ആ ഗോലിയാത്തിന് നേരെ ചെല്ലാനായിട്ട് ദാവീദിന് സാധിച്ചത് ആ ആത്മീയ ആരോഗ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ദൃഢധൈര്യം. ഇവിടെ നമ്മളെന്താ വായിച്ചത്? യഹോവ ഭക്തൻ എങ്ങനെയുള്ളവനാണ്? അവൻ തൃപ്തനാണ് എന്ന് കണ്ടു. 2, അവൻ ദൃഢധൈര്യമുള്ളവനാണ്. സ്ട്രോങ് റെഫ്യൂജ്. ദൃഢധൈര്യമുള്ളവനാണ്. രോഗങ്ങളുടെ മധ്യേ, ഭാരങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും വഴി നടത്തിയ എൻ്റെ കർത്താവ് പിന്നെയും നടത്തുവാനായിട്ട് മതിയായവനാകുന്നു എന്നുള്ളതായ ധൈര്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്, യഹോവ ഭക്തൻ ദൃഢധൈര്യമുള്ളവനാണ്. എന്തുകൊണ്ടാണ് ഈ ധൈര്യം എന്നറിയാമോ? 33-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യം. ഈ ധൈര്യം എവിടുന്ന് വരുന്നതാണ്? അതാണ് മൂന്നാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 33-ാം സങ്കീർത്തനം 18-ാം വാക്യം കാണാതെ അറിയേണ്ടതാ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ദൃഢധൈര്യം. ആമേൻ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെ കാണുന്നു, അവൻ നമ്മെ നോക്കുന്നു, അവൻ നമ്മെ അറിയുന്നു. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിപ്പാനായിട്ടിടയായിത്തീരുന്നില്ല. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്നതായ വിഷമസന്ധിയിൽ, ഭാരങ്ങളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, രോഗങ്ങളുടെ മധ്യേ, ഇല്ലായ്മകളുടെ മധ്യേ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നോർത്ത് ഭാരപ്പെടാതെ, നിരാശരായി തീരാതെ, പിന്മാറിപ്പോകാതെ ആശ്രയിക്കുവാനായിട്ട്, ദൈവത്തിൽ ബലപ്പെടുവാനായിട്ടിടയായിത്തീരട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ആമേൻ. ദൈവഭക്തി, ദൈവത്തിൻ്റെ ഭക്തൻ്റെ മേൽ അവൻ്റെ ദൃഷ്ടിയുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. 2 ദിനവൃത്താന്തം 16:9. യഹോവയുടെ കണ്ണ്, നിങ്ങൾ എടുക്കുന്ന താമസിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾ പറഞ്ഞു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രസ്ഥന്മാരായിരിക്കുന്ന
നിങ്ങളെല്ലാം യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയുടെ എല്ലായിടവും ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. യഹോവയുടെ കണ്ണ് അല്ലേ, അവൻ നമ്മെ കാണുന്നുണ്ട്. ഇന്ന് പൽക്കാലം ഭാരപ്പെടണ്ട. ദൈവത്തിൻ്റെ കണ്ണ് അവൻ ഊടാടിക്കൊണ്ടിരിക്കുക. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവൻ ഊടാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭക്തൻ എന്തുകൊണ്ടാണ് ധൈര്യം എന്നറിയാമോ? യഹോവയുടെ ദൃഷ്ടി അവൻ്റെ മേലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഭക്തന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. അപ്പോൾ ഭക്തന് നന്മ, അനുഗ്രഹം, സൗഖ്യം മാത്രമല്ല, ഭക്തന് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഞാനത് വളരെ പറയുന്നില്ല, കാരണം നമുക്കറിയാവുന്ന വാക്യമാണ്, പലപ്പോഴും ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നതാണ്. എന്തും കൂടിയുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. നീ അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? യഹോവ ഭക്തന് വേലിയുണ്ട്. ഏതിൻ്റെ മധ്യയാണ് യഹോവ ഭക്തന് വേലി എന്നറിയാമോ? അവൻ ഭക്തനായിരിക്കുന്നത് കൊണ്ടാണ് വേലി. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അല്ലേ? ആ 1 ജീവിതത്തിൽ വന്നാൽ 1 നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. 1 ഇയ്യോബ് 1 നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ 10 എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി തരാനായിട്ട് ഇടയായിത്തീരും. ഈ 1 10 ഉണ്ടാവണമെന്ന് വിചാരിക്കരുത്. എന്താ 1? ദൈവ ഭക്തി അല്ലേ? അവൻ നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, യഹോവ ഭക്തൻ, നിഷ്കളങ്കൻ. അതാ 1. 10 എന്താണ്? 10 നീ അവനും അവൻ്റെ വീടിനും അവൻ്റെ സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അല്ലേ? ദൈവത്തിൻ്റെ വേലി. 2, 10-ാം വാക്യത്തിൽ തന്നെ നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ വേലി ഉണ്ടാകും, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ആർക്കാണിത് ഉണ്ടാകുന്നത്? 1 പറയുന്ന നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആകുന്നു എങ്കിൽ, കർത്താവേ, ഈ നാളുകളിൽ നിൻ്റെ ഒരു ഭക്തനായി ജീവിപ്പാൻ. അതുണ്ടായിട്ടും ഇയ്യോബ് പരിശോധിക്കപ്പെട്ടു. അത് പറയാനാണ് ഞാൻ ഇത് വാക്യം വായിച്ചത്. അപ്പോൾ യഹോവ ഭക്തൻ എന്തുണ്ട്? അവൻ തൃപ്തനായിരിക്കും, അവൻ ദൃഢധൈര്യമുള്ളവനാണ്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ തന്നെ അവന് പരിശോധനയുണ്ട്. ആമേൻ. ഇയ്യോബിൻ്റെ പരിശോധനയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതൊരു വലിയ സബ്ജക്റ്റാണ്, നമുക്കറിയാവുന്നതാണല്ലോ. അതറിയാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. അവന് പരിശോധനയുണ്ട്. പക്ഷേ ആ പരിശോധനയിൽ അവൻ ഭാരപ്പെടുന്നില്ല, അവൻ നിരാശപ്പെടുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല. തകർന്നു പോയി, എല്ലാ നിലയിലും തകർന്നു പോയി എങ്കിലും അവൻ ദൈവത്തെ തള്ളി പറയാതെ നിന്നതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചത് അതിൻ്റെ ഒടുവിൽ നമ്മൾ വായിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. 5-ാമത് യഹോവ ഭക്തന് എന്തുണ്ട്? ആവർത്തന പുസ്തകം 33:8. ആവർത്തനം 33:8. യഹോവ ഭക്തൻ എന്തുണ്ട്? ആവർത്തനം, ഡ്യൂട്ടറോണമി. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിൻ ഭക്തൻ്റെ പക്കലിരിക്കുന്നു. ഭക്തൻ്റെ കയ്യിൽ എന്തുണ്ടെന്നറിയാമോ? ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തൻ്റെ പക്കൽ ഇരിക്കുന്നു. ഭക്തൻ്റെ പക്കൽ 2 കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണ്? ഊറീം ആൻഡ് തുമ്മീം. എന്തെല്ലാമാണത്? എന്താ സാധനം? പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 29-30 അവിടെ അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഊറീമും തുമ്മീമും എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ഒരു ഭക്തൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 29-30. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും വെക്കണം. അഹരോൻ വെളിപ്പാടും സത്യവും അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? വെളിപ്പാടും സത്യവും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുക. മലയാളികളായ നമുക്കത് വായിച്ചിട്ട് അല്ലേ, അതൊരു ഹീബ്രു അരാമിക് വാക്യങ്ങളാണ്.
ഊറീം എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പാട്. തുമ്മീം എന്ന അരാമ്യ വാക്കിൻ്റെ അർത്ഥം, ഹീബ്രു വേർഡിൻ്റെ അർത്ഥം സത്യം. ഇത് ആരുടെ കയ്യിലുണ്ടെന്നാണ് വായിച്ചത്? ആരുടെ കയ്യിലാ? ഭക്തന്റെ കയ്യിൽ അല്ലേ? ഭക്തന്റെ കയ്യിൽ. നമ്മൾ നേരത്തെ ആവർത്തനത്തിൽ കണ്ടു. ഭക്തന്റെ കയ്യിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഊറീമും, രണ്ട് തുമ്മീം. ഒന്ന് വെളിപ്പാടുണ്ട് അവൻ്റെ കയ്യിൽ. അതിനെ ഇംഗ്ലീഷിൽ ലൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവർ കുറച്ചുകൂടെ ലൈറ്റാക്കി അല്ലേ ഇംഗ്ലീഷുകാർ. ലൈറ്റ്, പ്രകാശമുണ്ട്. ഞാനതിന് വെളിപ്പാടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവന് വെളിപ്പാടുണ്ടാകും. ദൈവഭക്തനാണോ അവനെ ദൈവം ചില കാര്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അവന് വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. ദൈവം അവനോട് സംസാരിപ്പാനായിട്ടിടയായിത്തീരും. അവന് വെളിപ്പാടുള്ളവനാണ്. അവന് റെവലേഷൻ ഉണ്ടാകും, അവന് വെളിച്ചമുണ്ടാകും, അവന് വെളിപ്പാടുണ്ടാകും. ദൈവത്തിൻ്റെ റെവലേഷനുകൾ, വെളിപ്പാടുകൾ ദൈവം തൻ്റെ ഭക്തന് നൽകി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവ ഭക്തനാണോ, നിനക്ക് വെളിപ്പാടുകളെ ദൈവം നൽകി തരുവാനായിട്ടിടയായിത്തീരും. രണ്ട്, അവൻ എന്തുണ്ടായിരിക്കും? അവന് തുമ്മീമുള്ളവനാണ്. ആ എബ്രായ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണത, നിഷ്കളങ്കത, സത്യം എന്നുള്ളതാണ്. സത്യമുള്ളവനായിരിക്കും. ഭക്തൻ്റെ പുറമോടിയല്ല. ഭക്തനാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ, വെളിച്ചവും സത്യവും. വെളിപ്പാടും സത്യവും. ദ ലൈറ്റ് ആൻഡ് ദ ട്രൂത്ത്, അല്ലെങ്കിൽ റെവലേഷൻ ആൻഡ് ദ ട്രൂത്ത്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ട്രൂത്ത്, ദ പെർസെൻറ്റേജ് ഓഫ് ട്രൂത്ത് ഇൻ അവർ ലൈഫ് അല്ലേ? സത്യത്തിൻ്റെ ശതമാനം എൻ്റെ ജീവിതത്തിൽ. ഹോംവർക്കാണ്, ആരെയും കാണിക്കേണ്ട. ചില ഹോംവർക്കൊക്കെ നമ്മൾ ടീച്ചേഴ്സ് തന്നിട്ട് നിങ്ങൾ തന്നെ അങ്ങ് എന്ത് ചെയ്താൽ മതി എന്ന് പറയും അല്ലേ? നിങ്ങൾ തന്നെ നോക്കിയാൽ മതി എന്ന് പറയും. ടീച്ചർ പോലും നോക്കുകയല്ല, കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയൊരു ഹോംവർക്കാണ്. പെർസെൻറ്റേജ് ഓഫ് ട്രൂത്ത് ഇൻ മൈ ലൈഫ് അല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിലെ സത്യത്തിൻ്റെ പെർസെൻറ്റേജ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. ദ പെർസെൻറ്റേജ് ഓഫ് റെവലേഷൻ ഓർ ലൈറ്റ്, വെളിച്ചം, എൻ്റെ ജീവിതത്തിൽ ദൈവീക വെളിച്ചം, അതിൻ്റെ ഒരു പെർസെൻറ്റേജ്. ഇതൊന്നും മറ്റാരും നോക്കേണ്ട ഒന്നല്ല. ഈ കർത്തൃമേശയ്ക്ക് മുമ്പ് നമ്മൾ പറയാറുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുക. എല്ലാ ആഴ്ചയും ഉള്ളതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ ഒരു പതിവ് അല്ലേ? പള്ളിയിൽ ചെന്നാലും സാറിന് ഇതൊക്കെ കാണാറുണ്ട്. അച്ഛൻ ഒരു സാധനം കാസയിലേക്ക് മുക്കിയിട്ട് അണ്ണാക്കിലേക്ക് ഇട്ട് തരും, നമ്മളതും വിഴുങ്ങിയേച്ച് പോകും. അങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലേ? പെന്തക്കോസ്ത് സഭയിലെ ലോർഡ്സ് ടേബിൾ എന്ന് പറയുമ്പോൾ ഇതാ നോക്കേണ്ടത്, പെർസെൻറ്റേജ് ഓഫ് ട്രൂത്ത് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ലൈറ്റ്. എൻ്റെ ജീവിതത്തിൽ എത്ര ശതമാനം ട്രൂത്തുണ്ട്, എത്ര ശതമാനം ലൈറ്റ് ആൻഡ് റെവലേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കാനായിട്ട് ഇടയായിത്തീരണം. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, സമയം തീരാറായല്ലോ. സങ്കീർത്തനം 25:14 അതിനെ ഒന്നുകൂടെ, നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടെ വിശദീകരിക്കുന്നതാണ്. 25-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. യഹോവയുടെ സഖിത്വം, ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ ലോർഡ്. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. വായിക്കേ. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ രഹസ്യങ്ങളെ അവരെ അറിയിക്കുന്നു എന്നാണ് അതിൻ്റെ ഒറിജിനൽ. ഇംഗ്ലീഷിൽ ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സീക്രട്ട്, രഹസ്യങ്ങൾ. യഹോവയുടെ സഖിത്വം, ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദ ലോർഡ് അല്ലേ? യഹോവയുടെ സഖിത്വം ആർക്കുണ്ടാകും? ദൈവത്തിൻ്റെ മക്കൾക്കുണ്ടാകും, ദൈവഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ രഹസ്യങ്ങളെ, അവൻ തൻ്റെ നിയമങ്ങളെ അവരെ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് യഹോവ ഭക്തൻ എന്ന് പറയുന്നത് ഊറീം, വെളിപ്പാടുള്ളവനാണ്, ദ റെവലേഷൻ ഉള്ളവനാണ്, ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ചവനാണ്, ദൈവിക രഹസ്യങ്ങളെ അറിയുന്നവനാണ്, ദൈവത്തിൽ നിന്ന് ദൈവിക രഹസ്യങ്ങൾ പ്രാപിച്ച് ജീവിക്കുന്നവനാണ് ഒരു ഭക്തൻ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ യാക്കോബ് അബ്രഹാമിനൊരു പേരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ
പ്രാപിച്ചു. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് നെയിം ബോർഡ് വെച്ചു എന്നല്ല, അല്ലേ? നമ്മൾ നെയിം ബോർഡ് വയ്ക്കാറുണ്ടല്ലോ, പാസ്റ്റർ സോ ആൻഡ് സോ, അല്ലെങ്കിൽ റവറൻ സോ ആൻഡ് സോ, അല്ലേ? നമ്മൾ നെയിം ബോർഡ് നമുക്ക് തന്നെ വെക്കാറുണ്ട്. അങ്ങനെയാണോ അബ്രഹാമിനെ കുറിച്ച് ഇവിടെ യാക്കോബ് പറഞ്ഞത്? അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. അത് പ്രാപിച്ചതാണ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് എടുത്തു എന്ന് പറയുന്നതും, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് എന്നെ സ്വയമേ വിശേഷിപ്പിച്ചു എന്ന് പറയുന്നതും, ആ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ അബ്രഹാമിനെ വിളിച്ചതാണ് അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് എന്ന് മറ്റുള്ളവർ അബ്രഹാമിനെ വിളിച്ചതാണ്. അത് എന്തുകൊണ്ടാണ്? അവിടെ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ എല്ലാം പറയാൻ സമയമില്ലല്ലോ, അല്ലേ? എന്തുകൊണ്ടാണ്? അവൻ്റെ വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് പോയി. അവൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. ഇസാക്കിനെ കുറിച്ചൊക്കെ അവിടെ മുകളിൽ പറയുന്നുണ്ട്. ഇസാക്കിനെ, ഏകജാതനായ മകനെ ചോദിച്ചപ്പോൾ അവൻ തരാൻ മടിക്കായികയാൽ, അങ്ങനെ മടിക്കാതെ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് ആ പേർ പ്രാപിച്ചു. അപ്പം നമ്മൾ 6 കാര്യങ്ങൾ കണ്ടു. ഭക്തൻ എന്തുണ്ട്? ഭക്തന് തൃപ്തിയുണ്ട്, ഭക്തന് ദൃഢധൈര്യമുണ്ട്, ഭക്തന് പരിശോധനയുണ്ട്, ഭക്തൻ്റെ മേലെ യഹോവയുടെ ദൃഷ്ടിയുണ്ട്, ഊറീമും തിമ്മൂമും വെളിപ്പാടും സത്യവും ഭക്തനുണ്ട്, യഹോവയുടെ സഖിത്വം ഭക്തൻ്റെ മേലെ ഉണ്ട്. ആമേൻ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭക്തൻ്റെ ജീവിതം എങ്ങനെയാണെന്നറിയാമോ? സദൃശവാക്യം 14:2, സദൃശവാക്യം 14:2, സങ്കീർത്തനം 34:9. ഭക്തന്റെ ജീവിതം എങ്ങനെയാണ്? സദൃശവാക്യം 14:2 വായിക്കാം. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. അതിന്റെ അടിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. നേരായി, അല്ലേ? നടപ്പ് നേരെയാ. നമ്മളെ നടപ്പൊക്കെ നേരെയാണോ? നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കാനിടയായി തീരട്ടെ. എൻ്റെ വാക്ക്, എൻ്റെ സംസാരം, എൻ്റെ ഇടപാടുകൾ. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. സങ്കീർത്തനം 34:9, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ, അല്ലേ? അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. അവൻ്റെ ജീവിതം, ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത് യഹോവ ഭക്തിയിലാണ്. അവനൊന്നിനും മുട്ടില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് അതുകൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ അറിയാം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ടില്ല. സമയം തീർന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കണം. ഭക്തന് പ്രത്യാശയുണ്ട്. ഭക്തൻ്റെ പ്രത്യാശ എന്താണ്? എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം വായിച്ച് 28-29 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സമയം തീർന്നല്ലോ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ഭക്തിയോടെ ഭയത്തോടെ സേവ ചെയ്യുക. സേവിക്കുക. ദൈവത്തെ സേവിക്കുക. മനുഷ്യനെ സേവിക്കുന്നതാണ് ദൈവത്തെ സേവിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. ഈ ചെറിയവർക്ക് നീ ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യുന്നതെന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ മറന്നു പോകരുത്. എങ്ങനെ സേവ് ചെയ്യണം? ഭക്തിയോടും ഭയത്തോടും കൂടെ സേവിക്കണം. എന്തിന് സേവിക്കണം? എന്തുകൊണ്ട് സേവിക്കണം? എന്തുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ ഒരു വിശ്വാസി ജീവിക്കണം? 28-ാം വാക്യം, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. കെ.ഒ. സാർ തൻ്റെ പ്രബോധനത്തിലും പറഞ്ഞു, അല്ലേ? നമ്മുടെ ലക്ഷ്യം അതാണ്, ഇളകാത്ത രാജ്യം പ്രാപിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ എലീശയുടെ ശിഷ്യനെ കുറിച്ച് അവൻ്റെ ഭാര്യ പറയുകയാണ്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. ഭക്തൻ എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ കണ്ടു. ഭക്തൻ്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് നമ്മൾ കണ്ടു. അവൻ്റെ നടപ്പ് എങ്ങനെയാണെന്ന് കണ്ടു. ഭക്തൻ്റെ പ്രത്യാശ എന്താണെന്ന് കണ്ടു. കർത്താവേ, ഇളകാത്ത രാജ്യം, അതാണ് എൻ്റെ പ്രത്യാശ. ഇളകാത്ത രാജ്യം പ്രാപിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും ഇന്ന് പകൽക്കാലം മാറ്റിക്കളയുവാൻ, അതിന് വിരോധമായി വരുന്ന എല്ലാ ഇടർച്ചകളെയും, എല്ലാ കർത്താവേ ശത്രുവിൻ്റെ തീയമ്പുകളെയും മാറ്റിക്കളയുവാൻ
നീ ഞങ്ങളെ സഹായിക്കണമേ. ഒരു ഭക്തനായി ജീവിപ്പാൻ, ഒരു ഭക്തയായി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കണം.